കോഴിക്കോട് നാദാപുരം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നേരെ അക്രമമെന്ന് പരാതി. 20ഓളം UDF പ്രവർത്തകർക്കെതിരെ നാദാപുരം പോലീസ് കേസെടുത്തു. നാദാപുരം പഞ്ചായത്ത് സെക്രട്ടറി PC രമേശന്റെ പരാതിയിലാണ് കേസെടുത്തത്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. ഗോകുൽ, എന്താണ് സംഭവിച്ചത്? എന്താണ് പരാതിയിൽ പറയുന്നത്? ഗോകുൽ, ഇന്നലെയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. ഈ നാദാപുരം പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുമെന്ന് പറഞ്ഞ് ആരോപിച്ച് UDF പ്രവർത്തകർ ഇന്നലെ നാദാപുരം പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചിരുന്നു. ആ ഉപരോധത്തിനിടയിലാണ് UDF പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അസഭ്യവർഷം ഉൾപ്പെടെയുള്ളവ ഉണ്ടായത്. ഇതിന്റെ ഭാഗമായിട്ടാണ് രമേശൻ പോലീസിൽ പരാതി നൽകിയത്. ഭീഷണിപ്പെടുത്തൽ, ന്യായവിരോധമായി സംഘം ചേർന്ന് കയ്യേറ്റം ചെയ്യൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് നാദാപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവർക്ക് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇതിൽ കേസെടുത്തത്. ഇതിൽ കണ്ടാലറിയാവുന്ന 8ഓളം നേതാക്കൾ ഉൾപ്പെടെ 20ഓളം പേർക്കെതിരെയാണ് ഇപ്പോൾ നാദാപുരം പോലീസ് കേസെടുത്തിട്ടുള്ളത്. നാദാപുരം പഞ്ചായത്തിൽ LDFും UDFും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ പറയുന്നുണ്ട്. അതായത് താമസം മാറി പോകാത്ത ആളുകളെ താമസം മാറിപ്പോയി എന്ന് പറഞ്ഞ് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് മാറ്റുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവിടെയുണ്ട്. ഇതിന്റെ പേരിലുള്ള തുടർച്ചയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഭവം നടന്നിരിക്കുന്നത്. ശരി, വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടാണ് നാദാപുരം പഞ്ചായത്തിൽ തർക്കം. UDF പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറി അസഭ്യം പറഞ്ഞു എന്നതാണ് പരാതി. ഇപ്പോൾ കണ്ടാലറിയാവുന്ന 20 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.